ഈ തീവ്രവാദ പ്രവർത്തനം തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒന്ന് മന്ദഗതിയിലാണ് രാജ്യത്ത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തീവ്രവാദികൾ മറ്റ് പല രാജ്യങ്ങളിലും സജീവമായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ ദൈനംദിന അടിസ്ഥാനത്തിൽ ഇവരുടെ ചാവേർ സ്ഫോടനങ്ങളും അല്ലാത്ത സ്ഫോടനങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും സ്കൂളിൽ കയറി കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്ന പോലെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ കുറച്ചൊരു ഇളവ് കിട്ടി. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പി ചിദംബരം ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിനൊരു അറുതി വന്നത്. അദ്ദേഹമാണ് UAPA ശക്തമായിട്ട് കൂട്ടുന്നത്. തീവ്രവാദികളെ കിട്ടുന്നിടത്ത് വെച്ച് കൈകാര്യം ചെയ്യാനുള്ള വിദ്യകൾ ആവിഷ്കരിച്ചത് അദ്ദേഹമാണ്. ഈ തീവ്രവാദ ഭീഷണിക്ക് വലിയൊരു അളവ് വരെ അയവ് വരുത്തിയത്. അതിവിടെ BJPക്കാരും അമിത്ഷാ അടക്കം സമ്മതിക്കില്ല. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചിദംബരം കൊടുത്തൊരു ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തീവ്രവാദികളെ ഒതുക്കിയെന്നുള്ളതാണ്. അദ്ദേഹം ആദ്യം ധനകാര്യമന്ത്രിയായിരുന്നു. മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൊടുത്തത്. അതിനുശേഷം ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞു. നേരത്തെ ചന്ദ്രശേഖരൻ്റെ സമയം തൊട്ട്, അത് കഴിഞ്ഞ് നരസിംഹറാവുവിൻ്റെ സമയത്ത്, അത് കഴിഞ്ഞ് ദേവഗൗഡയുടെയും ഗുജറാളിൻ്റെയും സമയത്ത്, പിന്നെ വാജ്പേയിയുടെ കാലത്ത്, ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗിൻ്റെ ആദ്യകാലത്ത്. അന്നൊക്കെ ഈ രാജ്യത്ത് ഇങ്ങനെ ചക്കക്കുരു പൊട്ടുന്ന പോലെയാണ് ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നത്. RDX എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ഗുവാഹട്ടിയിൽ സ്ഫോടനം, അഹമ്മദാബാദിൽ സ്ഫോടനം, മുംബൈയിൽ നിരന്തരമായ സ്ഫോടനങ്ങൾ, ഡൽഹിയിൽ സ്ഫോടനം, ഹൈദരാബാദിൽ സ്ഫോടനം, ബറോഡയിൽ സ്ഫോടനം, ജയ്പൂരിൽ സ്ഫോടനം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുന്ന സ്ഫോടനത്തിൻ്റെ പേരിലാണ്. അങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക്, പിന്നെ ഡൽഹി ചെങ്കോട്ടയിലെ ആക്രമണം, പാർലമെൻറ്റിന് നേരെ നടന്ന ആക്രമണം, ഇതൊക്കെ കണ്ട് നമ്മളങ്ങനെ കോരിത്തരിച്ച് നിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് ചിദംബരമാണ് ഇവർ ഒതുക്കിയത്. പിന്നെ ചിദംബരത്തിൻ്റെ സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോൾ പിന്നെ അതിനൊരു കുറവ് സംഭവിച്ചു. പിന്നെ ഉറിയിലാണ് പിന്നെ ഒരു തീവ്രവാദ ആക്രമണം, അത് കാശ്മീരിലാണ്.